ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്, ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അപ്പോൾ റീഡിംഗ് നടക്കുന്ന സമയത്ത് വളരെയധികം പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായ സമയങ്ങൾ ഓർത്തുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്തിരി നമ്മൾ എന്നും ഇടുന്ന ഒരു സമയത്തല്ല, 2 ദിവസമായിട്ട് ഞാൻ റീഡിങ്ങുകൾ ഇടുന്നത്. എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണമെന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ലൈക്സുകൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നില്ല, മറന്നു പോകുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് ആണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻസ് ഇതാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓക്കെ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്? ഈ ഒരു സമയത്ത് അവർ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, ഈ റിലേഷൻഷിപ്പ് ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. നമുക്കിവിടെ 4 ഓഫ് വാൻഡ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിങ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. എങ്കിലും ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ഒരു ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു ഫീലിങ്സ്, ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഈവൻ അവർ ഈ ഒരു ഏകാന്തതയിൽ ഇരിക്കുന്ന സമയത്ത് പോലും, അല്ലെങ്കിൽ തനിച്ചിരിക്കുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവരിൽ ഒരുപാട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെയുള്ള ഒരു ശരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ ഒരു കിങ്, അല്ലെങ്കിൽ ഒരു ക്യൂൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. ലൈഫിൽ ഇപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഒരു ഇമ്പോർട്ടൻസ്, ഒരു പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പം ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല. അത്രയും ഒരു എന്തോ ഒരു തടസ്സം അതിനുള്ളതായിട്ട് നമുക്ക് കാണും. അത്ര ശക്തമായിട്ടുള്ള ഒരു അവസരം ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യക്തി വന്ന് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നും നമുക്കിവിടെ ഒരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എങ്ങനെയാണോ ഈ വ്യക്തി പ്രപ്പോസ് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ സമീപിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് പ്രണയം പറയണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. കാരണം അത്രമാത്രം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്ക് ഇവിടെ നിങ്ങളോടുള്ളത്. വളരെയധികം ഫയർ എനർജി ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയധികം ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പ്രണയം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
നിങ്ങൾ തമ്മിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. വഴക്കുകളും കോൺഫ്ലിക്ട്സുകളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരെയും വളരെയധികം ഹർട്ട് ചെയ്യുന്ന, ഹൃദയം കീറി മുറിക്കുന്ന തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവര് കൂടുതലും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഒരു അരികിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാനായിട്ടുള്ള ഈ ഒരു തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ പോലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഒരു റിയാലിറ്റി എന്താണോ, അതായത് അവർ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം അവരിങ്ങനെ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അത് നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നത് പോലെ അവർ ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈഫിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാം അവർ സ്വയം പരിഹരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി, ഒരുപാട് ലെസൺസ് അവർ മനസ്സിലാക്കി, പല ആളുകളുടെയും യഥാർത്ഥ മുഖങ്ങൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളെ സെപ്പറേറ്റഡ് ആയ സമയത്ത്, നിങ്ങളും അവരുമായിട്ട് സെപ്പറേറ്റഡ് ആയ സമയത്ത് അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവർക്ക് അറിയത്തുണ്ടാവില്ല, അവരോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായിരുന്നില്ലായിരിക്കാം. ഈ ഒരു സമയത്ത് അവർക്ക് ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ഒരു സ്നേഹമാണ് നിങ്ങൾ അവർക്ക് നൽകിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർക്ക് മിസ് ചെയ്യുന്നതായിട്ടൊക്കെ ഇവിടെ നമുക്ക് വളരെയധികം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും ഒരു മിസ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഇത്ര നിങ്ങൾ ഒരു സെപ്പറേറ്റഡ് ആയി പോകാനായിട്ട് പലപ്പോഴും അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും സൈലന്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് മൂവ് ഓൺ ആയി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. പക്ഷെ അതിനെ മറന്നു പോകാനോ മനസ്സിൽ നിന്ന് എടുത്തു കളയാനോ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ ഒരു പ്രണയത്തെ നിങ്ങൾക്ക് മറക്കാനോ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു സ്നേഹം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലുണ്ടോ അത്രത്തോളം ആഴത്തിൽ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുമുണ്ട് എന്നാണ് കാണുന്നത്. ഒരു സമുദ്രത്തിന്റെ അത്രയും ആഴമുള്ള അത്രയും സ്നേഹം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരു ശക്തിക്കും നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ലൈഫിൽ ഒഴിവാക്കാൻ കഴിയാത്ത അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി അവരുടെ ലൈഫിൽ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തെ ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപേക്ഷിക്കാനോ ഈ വ്യക്തി തയ്യാറല്ല. ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരിക്കാം. ആ ഒരു ഫാമിലിനെ നിർത്തിക്കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പും ഉപേക്ഷിക്കാൻ പറ്റില്ല. അത് അവർക്ക് അവരുടെ ഫാമിലിയെ വിട്ടിട്ട് നിങ്ങളിലേക്ക് വരാനും പറ്റില്ല. അങ്ങനെയുള്ള റിലേഷൻഷിപ്പും ആകാനുള്ള ഒരു ചാൻസ് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അവര് നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്. മീൻസ് അവർ അത്രയും ഒരു ഡീപ്പായിട്ട് നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. ഈ ഒരു മൊമെന്റിലും എപ്പോഴും നിങ്ങൾ സെപ്പറേഷനിൽ പോയ സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അരികിൽ ഇല്ലാത്ത ഓരോ സമയത്തും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആ ഓരോ ഓർമ്മകളും അവരുടെ മനസ്സിൽ സന്തോഷം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് സെപ്പറേറ്റഡ് ആയി പോയ വ്യക്തികളായിരിക്കാം. പക്ഷെ നിങ്ങളുടെ സാമീപ്യം അവർ വളരെയധികം നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളാണ് അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊണ്ടുവരുന്നത് എന്ന് ആ വ്യക്തി വിശ്വസിക്കുകയാണ്. മീൻസ് അവർക്ക് ഇപ്പോഴും നിങ്ങളെ ശരിക്കും അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് ഉണ്ടായിരിക്കാം. നിങ്ങൾ രണ്ടുപേരുടെയും പ്രണയം ഒരു ത്രാസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കാരണം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സ്നേഹമുള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരോട് നിങ്ങൾക്കും വളരെ ഒരു പ്രണയം തന്നെയാണ്, സ്നേഹം തന്നെയാണ്. അത്രത്തോളം സ്നേഹം ആ വ്യക്തിക്കുമുണ്ട്. അപ്പോൾ ശരിക്കും ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്നേഹം പകർന്നു നൽകുന്ന തരത്തിലുള്ള ഒരു മിറർ എനർജി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള സ്നേഹം അവർക്ക് പകർന്നു നൽകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. വളരെ ഒരു ഫയറോടുകൂടിയുള്ള സ്നേഹം നിങ്ങളിലേക്ക്, ആഴത്തിലുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എനർജീസ് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്.
പിന്നെ കുറച്ച് തടസ്സങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുമെന്നും അനുയോജ്യമായ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ വളരെയധികം നിങ്ങളോട് സ്നേഹമുണ്ട്. യഥാർത്ഥമായിട്ടുള്ള സ്നേഹം, സത്യസന്ധമായിട്ടുള്ളൊരു സ്നേഹം ആ ഒരു പേഴ്സൺ ഉണ്ട്. നമുക്ക് 2 ക്ലാരിഫിക്കേഷൻ കാർഡ് കൂടി എടുത്തു നോക്കാം. കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണിന്റെ കറന്റ് ഫീലിങ്സ് എന്താണ്? ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ക്ലാരിഫിക്കേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ. പക്ഷെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവർക്ക് ഒരു അവസരം കിട്ടിയെങ്കിലും ആ ഒരു അവസരം പ്രയോജനപ്പെടുത്താനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു അവസരം അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഓവറോൾ ഈ ഒരു റീഡിങ്ങിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് നമുക്ക് 10 ഓഫ് പെന്റക്കിൾസ് ആണ്. 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സൈൻ ആണ്. നിങ്ങൾ എന്ത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഒരു സക്സസിലേക്ക്, ഒരു ജേർണിയുടെ കംപ്ലീഷനിൽ എത്തി എന്നുള്ളതിന്റെ ഒരു കാർഡാണ് 10 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡിലൂടെ ലഭിക്കുന്നത്, ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം ഈ ഒരു സമയത്ത് സ്നേഹിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഫസ്റ്റൊക്കെ അവരെടുത്ത 1-2 ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു അവസരങ്ങൾ അവർക്ക് നഷ്ടമായി പോയി. ഉടനെ തന്നെ അവർക്കൊരു വലിയ അവസരം നിങ്ങളിലേക്ക് വരാനായിട്ട് വരുന്നുണ്ട്. ആ ഒരു അവസരം അവർ പ്രയോജനപ്പെടുത്തുമെന്നും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലേക്ക് വന്ന് അതൊരു സക്സസിലേക്ക് പോകാനുള്ള ഒരു ചാൻസും നമുക്കിവിടെ 10 ഓഫ് പെന്റക്കിൾസ് ലാസ്റ്റ് ക്ലാരിഫിക്കേഷൻ കാർഡിലൂടെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരട്ടെ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് ജാനുവരി മന്ത് ആണ് ഇവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, സെക്കൻഡ് ക്ലൂ വീഡിയോ ഗെയിം ഒക്കെ കളിക്കാനൊക്കെ ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം. എക്സ്പെക്ട് മെറാക്കിൾസ്. ഓക്കെ, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി നിങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്ന ആളുകളുണ്ടാകാം. അവരോടാണ് ഈ ഒരു ക്ലൂ വന്നിരിക്കുന്നത്. എക്സ്പെക്ട് മെറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ക്ലൂ. ഓക്കെ, 2005 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, നമ്പർ 44 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 54 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 36 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കാറ്റ് വരുന്നുണ്ട്. ജസ്റ്റ് അത് പറക്കുന്നതാണ്. 36 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ലെറ്റർ എ നമുക്ക് കിട്ടുന്നുണ്ട്. 49 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. യെസ്, പോസിബിൾ. ഓക്കെ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ കാര്യം പോസിബിൾ ആണ് എന്ന് പറയുന്നു. ചൈൽഡിഷ്, പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1985, സ്പിരിച്വൽ പാത്ത്. 1977, 39, കെയറിങ്, വളരെ കെയറിങ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കെയറിങ് ആയിട്ടുള്ള ആളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 21 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിനും മ്യൂസിക്കിനും എന്തോ ബന്ധമുള്ളതായിട്ട് കാണുന്നു. 1992 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 34 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്കൊരു ക്ലൂ ആയിട്ട് കിട്ടുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്പർ 2, ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആയിട്ട് നമ്പർ 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.